ഹലോ, ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാം. തുടക്കം തന്നെ പാളിച്ചേനു, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഒരു കപ്പ് തൈരിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് ഇത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, പെരുംജീരകപ്പൊടിയും ചേർത്തിട്ട് അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കുഴച്ചിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കുക. ഒരു ചീൻചട്ടി എടുക്കുക, കുനുകുനാന്നരിഞ്ഞ് ഉള്ളിട്ട് വാട്ടുക. വാട്ടിയിട്ടുമ്പോൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനില്ലേ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടച്ചു വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചെടുത്തിട്ട് വരിക. നമ്മളെ ചിക്കനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. കുനുകുനാന്നരിഞ്ഞ തക്കാളി, 2 സ്പൂണ് ബിരിയാണി മസാല, പുതിനയില, മല്ലിച്ചപ്പ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി കുഴയ്ക്കുക. കൈയാണ് ഉത്തമം. ഇനി ചോറിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഉണക്കമുന്തിരി, കശുവണ്ടി, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യും ഡാൽഡയും രണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അണ്ടിയും മുന്തിരിയും വറുത്ത് കോരിയെടുക്കുക. ബാക്കിയുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇട്ട് വഴറ്റുക. കുനുകുനാന്നരിഞ്ഞ ഉള്ളി ഇട്ട് വഴറ്റുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള ഫോർമുല യൂസ് ചെയ്തോളൂ. എന്നിട്ട് നമ്മളെടുത്ത അരിക്കനുസരിച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റഡ് ക്യാരറ്റ്, 2 സ്പൂണ് ബിരിയാണി മസാല. അരികൾ വല്ലാണ്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കാതിരിക്കാൻ ഓയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പൂനാരങ്ങ പിഴിഞ്ഞ് വെച്ചാലും മതി. തിളച്ച് അങ്ങോട്ട് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. ഇനി അത് അവിടെ കിടന്ന് വെന്തോട്ടെ. നമുക്ക് ചിക്കൻ്റെ അടുത്തോട്ടൊന്ന് പോയിട്ട് വരാം. എല്ലാം റെഡിയാക്കിയതിനെ കൊണ്ട് ഇനി ചിക്കൻ ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചാൽ മാത്രം മതി. ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി എടുത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ബിരിയാണി മസാല വെതറുക. മല്ലിച്ചപ്പ് ഫോർ ഗാർണിഷിങ്. നെയ്യ് മസ്റ്റാണ്. അടച്ചിട്ട് എന്തെങ്കിലും വെയിറ്റ് മുകളിൽ വെച്ചെടുത്ത് ചെറിയ ഫ്ലെയിമിൽ വേവിക്കുക. അപ്പം എങ്ങനെ കഴിക്കുകയല്ലേ?